കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ ഇളം തലമുറയിലേക്കും ആഴത്തിൽ വേരുകളാഴ്ത്തി കുട്ടികളെ പോലും ധാരാളമായി കാർന്നു തിന്നുന്ന അതിഭീകരമായ ലാസലഹരി വിപത്തുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പോലീസ് നടത്തിയ വൻ ഓപ്പറേഷനിൽ അറസ്റ്റിലായ അധ്യാപകർക്ക് മുൻ ഭരണകക്ഷി അധ്യാപക സംഘടനയുമായി അവിശുദ്ധവും അതുപോലെ അതിശക്തവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷര വെളിച്ചം പകരേണ്ട കൈകൾ MDMA എന്ന മാരക ലാസലഹരിയുടെ ഇടനിലക്കാരായി മാറിയെന്ന വാർത്ത വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയതോടെ കടുത്ത ആരോപണ പ്രതിരോധങ്ങളാണ് മുൻ ഭരണകക്ഷി പ്രസ്ഥാനങ്ങളായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അതായത് KRTA പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹികളായിരുന്ന അധ്യാപകരുടെ ശക്തമായ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലവും മുൻ LDF ഭരണകാലത്ത് ഇവർ അനുഭവിച്ച വഴിവിട്ട ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നത്. കേസിലെ മൂന്നാം പ്രതിയായ K കാവ്യ, ഒപ്പം അറസ്റ്റിലായ PV നീഷ്മ എന്നിവർ CPM-ന്റെയും CPI-യുടെയും തണലിൽ KSTA-യുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന KRTA-യുടെ പ്രധാന നേർനിരയിൽ അതീവ സജീവമായിരുന്ന വസ്തുതയാണ് ഇപ്പോൾ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുള്ളത്. ഇരുവരും ഒരേ മേഖലയിൽ സ്കൂളുകളിൽ തുടർച്ചയായി താൽക്കാലിക ജോലി സംഘടിപ്പിക്കുന്നതിനും ഒരേ കേന്ദ്രങ്ങളിൽ വർഷങ്ങളോളം തമ്പടിച്ച് ലഹരി ശൃംഖല വളർത്തുന്നതിനിടയിലും ഇടയാക്കിയത് മുൻ LDF ഭരണകാലത്തെ അതിശക്തമായ രാഷ്ട്രീയ സ്വാധീനമാണെന്ന ആരോപണം കോഴിക്കോട് മലയോര മേഖലകളിൽ കത്തിപ്പടരുകയാണ്. മുമ്പ് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇരുവരെയും പ്രമുഖ ഭാരവാഹികളായി തിരഞ്ഞെടുത്ത ശേഷം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് KRTA-യുടെയും അതുപോലെ KSTA-യുടെയും ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ ആഘോഷപൂർവ്വം പങ്കുവച്ച പ്രചരണ പോസ്റ്ററുകളാണ് ഇപ്പോൾ മുൻ ഭരണകക്ഷിയായ CPM-നെയും ഇടത് അധ്യാപക സംഘടനകളെയും പ്രതിരോധത്തിലാക്കി നിർണായക തെളിവുകളായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ തെളിവുകൾ പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരെ ഉയർന്ന കടുത്ത ആരോപണങ്ങളെ പ്രതിരോധിക്കണോ അതോ ന്യായീകരിക്കണോ സംഘടനയ്ക്കോ പാർട്ടിക്കോ നേതാക്കൾക്കോ കഴിയാത്ത അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേരാമ്പ്രയിൽ വെച്ച് അതീവ വിപുലമായി നടന്ന KRTA ജില്ലാ സമ്മേളനത്തിൽ വരെ ഇരുവരും സംഘടനയുടെ മുൻനിരയിൽ തന്നെ സജീവമായി പങ്കാളികളായിരുന്നു എന്നുള്ളതിനും ചിത്രങ്ങൾ തെളിവുകളാണ്. അധ്യാപന രംഗത്തെ തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമായി ഉറപ്പിച്ചു നിർത്താനും പ്രാദേശികമായി വൻ സ്വാധീനം സ്ഥാപിച്ചെടുക്കാനും ഈ പാർട്ടി ബന്ധത്തെ ഇവർ ഒരു കവചമായി ഉപയോഗിച്ചിരുന്നതായി സഹപ്രവർത്തകർക്കിടയിൽ പോലും പരസ്യമായി സംസാരമുണ്ട്. എന്നാൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരി കേസിൽ പോലീസ് ഇരുവരെയും വട്ടമിട്ട് പിടികൂടുകയും സംഭവം സംസ്ഥാന തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തതോടെ തങ്ങളുടെ സ്വന്തം ഭാരവാഹികളെ തള്ളിപ്പറഞ്ഞ് എങ്ങനെയെങ്കിലും തലയുരാനാണ് സംഘടനാ നേതൃത്വം അടിയന്തരമായി ശ്രമിക്കുന്നത്. ഇവർ കേവലം താൽക്കാലിക അധ്യാപകർ മാത്രമാണെന്നും കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഇവരുടെ അംഗത്വം പുതുക്കിയിട്ടില്ല എന്നുമുള്ള ബാലിശമായ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാദങ്ങളൊക്കെയാണ് സംഘടന ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ലഹരി കേസ് ഈ പ്രതികൾക്ക് മുൻ ഭരണകക്ഷിയായ CPM ഉന്നത നേതൃത്വവും അനുബന്ധ സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ഈ പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേരളത്തിൽ കൂടുതൽ കനത്ത ചർച്ചയായി മാറുക കൂടിയാണ്. മുൻ ഭരണകാലത്തെ സ്വാധീനം ഉപയോഗിച്ച് തങ്ങളുടെ വൻകിട ലഹരി ഇടപാടുകൾ മറച്ചുവെക്കാനും അസോസിയേഷൻ്റെയും പാർട്ടിയുടെയും ബാനർ ദുരുപയോഗം ചെയ്ത് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താനും ഇവ ശ്രമിച്ചു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രധാന വിമർശനം. വിദ്യാഭ്യാസ മേഖലയിൽ ലഹരി മാഫിയയുടെ മാരക വേരുകൾ പടരുമ്പോൾ അതിന് കൂട്ടുനിന്നതും അതിന് കുടപിടിച്ചതും അധ്യാപികമാർ തന്നെയാണെന്നാണ് പൊതുസമൂഹത്തെ വലിയ ഞെട്ടലാണ് എത്തിച്ചിരിക്കുന്നത്. പിഞ്ചു കുട്ടികൾക്ക് നേർവഴി കാണിക്കേണ്ടവർ തന്നെ ലഹരി വിതരണ ശൃംഖലയുടെ പ്രധാന കണ്ണികളായപ്പോൾ തങ്ങൾക്ക് പഴയ സംഘടനാ തണലുള്ളതിനാൽ ആരും ചോദ്യം ചെയ്യില്ലെന്ന അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ പ്രതികളെ നയിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട്. താൽക്കാലിക അധ്യാപക നിയമനങ്ങളിൽ പോലും യോഗ്യതയേക്കാൾ ഉപരി രാഷ്ട്രീയ മുൻഗണന നൽകി പാർട്ടിക്കാരെ തിരികെ കയറ്റിയതിനാലാണ് ഇത്തരം പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് സ്കൂളുകളിൽ എളുപ്പത്തിൽ കയറിപ്പറ്റാൻ സാധിച്ചതും. മുൻ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പാർട്ടി ബന്ധമുള്ളവരെ പരിശോധനകളൊന്നുമില്ലാതെ സംരക്ഷിച്ച മുൻകാല നിലപാടുകളുമാണ് ഈ ദുരന്തത്തിന് വഴിമരുന്നിട്ടത്. എന്നാൽ സംസ്ഥാനത്ത് VD സതീശൻ സർക്കാരിൻ്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കർശന നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ദൗത്യത്തിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനകളിലാണ് ഈ അധ്യാപകന്മാരും കൂട്ടാളികളും കൃത്യമായി കുടുങ്ങുന്നത്. MDMA വിതരണം ചെയ്തതിലും വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിലേക്ക് ഇതിൻ്റെ കണ്ണുകൾ എത്തിയോ എന്നതിലും ആഭ്യന്തര വകുപ്പിൻ്റെ കർശന നിർദ്ദേശപ്രകാരം വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എത്ര ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരായാലും ലഹരി ശൃംഖലയെ വളർത്തിയ കേസിൽ യാതൊരു ഒത്തുതീർപ്പും ഉണ്ടാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘവുമുള്ളത്. വെറും 12,000 രൂപ മാത്രം മാസം ശമ്പളം വാങ്ങുന്ന താൽക്കാലിക അധ്യാപകന്മാർ. പക്ഷേ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നു മറിഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയുടെ അമ്പരപ്പിക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ്. സൗഹൃദത്തിൻ്റെ കെട്ടുപാടുകൾ തുടങ്ങി ഒന്നിച്ചിരുന്ന് ലഹരി നുണഞ്ഞ് ഒടുവിൽ വൻകിട അന്തർ സംസ്ഥാന ലഹരി മാഫിയയുടെ പ്രധാന വിതരണക്കാരായി വളർന്നു പന്തലിച്ച ആ ചങ്ക് സുഹൃത്തുക്കളുടെ സാമ്രാജ്യമാണ് ഒടുവിൽ പോലീസിന്റെ അന്വേഷണ വലയത്തിൽ തകർന്നു വീണത്. വടകര ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫിന്റെ അസാധാരണമായ കൃത്യതയും മികവും അതുപോലെ തന്നെ വഴിതുറന്ന അന്വേഷണം കൂടുതൽ ശക്തമായി ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കണ്ണൂർ റേഞ്ച് DIG കാർത്തിക് IPS എത്തിയതോടെ
വടകരയിലും കോഴിക്കോട്ടെയും വയനാട്ടിലെയും മലയോര മേഖലകളിൽ തുടങ്ങി ബംഗളൂരു വരെ പടർന്നു പന്തലിച്ച വൻകിട ലഹരി വേരുകൾ പിഴുതെറിയാനാണ് പോലീസിന്റെ ഉറച്ച തീരുമാനം. നാടിന് മാതൃകയാകേണ്ട അധ്യാപികമാർ ലഹരി വലയിൽ കുരുങ്ങിയ വാർത്ത ഞെട്ടലോടെയാണ് മലബാറും കേരളവും കേട്ടത്. ഒടുവിൽ വടകരയിലെ IPS പെൺപുലി മെറിൻ ജോസഫിനും DIG കാർത്തിക് IPSനും മുന്നിൽ ആ ലഹരി സാമ്രാജ്യം ദാരുണമായി തകർന്നടിയുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാരായ മരുതോങ്കര സ്വദേശിനി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ, ആവളക്കൂട്ടത്ത് സ്വദേശിനി നീഷ്മ എന്നിവരും ഇവരുടെ ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണികളായ ഡെലിവറി ബോയ് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, വടകര സ്വദേശി റിസ്വാൻ എന്നിവരുമാണ് പോലീസിന്റെ വലയിലായത്. ലഹരി ഉപയോഗത്തിൽ തുടങ്ങി വളരെ പെട്ടെന്നാണ് ഇവർ വൻകിട വിതരണക്കാരെ ആ നിലയിലേക്ക് പോലും വളർന്ന് പന്തലിച്ചത്. പിടിയിലായ അധ്യാപികമാർ സ്വയം MDMA ഉപയോഗിക്കുകയും പിന്നീട് പണത്തോടുള്ള ആർത്തി മൂലം ഇതിൻ്റെ വൻകിട വിൽപ്പനക്കാരെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വടകരയിൽ ഓട്ടോ ഡ്രൈവറായ സഫ്വാൻ എന്നയാളെ 2.5 ഗ്രാം MDMAയുമായി ജൂൺ 28-ന് പോലീസ് പിടികൂടിയതാണ് കേസിലെ വൻ വഴിത്തിരിവാകുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് നാടിനാകെ ഞെട്ടിച്ച അധ്യാപികമാരുടെ ലഹരി ശൃംഖലയുടെ ചുരുളഴിയുന്നത്. പരസ്പരം അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഈ അധ്യാപികമാർ ഒന്നിച്ചിരുന്നാണ് ലഹരി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ മംഗളൂരു, ബാംഗ്ലൂരു തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി റാക്കറ്റുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. മാസം തോറും കേവലം 12,000 രൂപ മാത്രം വേതനം ലഭിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വരെ അമ്പരന്ന് പോകുന്ന സാഹചര്യമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഇവരുടെ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാന കണ്ണിയായ ഡെലിവറി ഏജന്റ് ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1 കോടി രൂപയിലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് വ്യക്തമാക്കുന്നത്. വലിയ തുകയുടെ സ്രോതസ് കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ലഹരി ഇടപാടിലൂടെ സമ്പാദിച്ച കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളുടെ സ്വത്തുക്കൾ NDPS നിയമപ്രകാരം കണ്ടുകെട്ടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേസിലെ പ്രതികൾ വ്യാജവും അല്ലാത്തതുമായ നിരവധി അക്കൗണ്ടുകൾ തുടങ്ങിയതായും ATM കാർഡുകൾ വ്യാപകമായി ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതൊന്നും കൂടാതെ കൂടുതൽ പണം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ വിദേശ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചതായും പ്രതികൾ ചിലർ നടത്തിയ വിദേശയാത്രകളുടെ പശ്ചാത്തലം എന്താണെന്നും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച് വരിക കൂടിയാണ്. പ്രതികൾക്ക് സാമ്പത്തിക ലാഭത്തോടൊപ്പം തന്നെ ലഹരി നൽകിയ സുഖലോലുപതയും വിദേശയാത്രകളും വലിയ രീതിയിലുള്ള ജീവിതശൈലി മാറ്റത്തിന് കാരണമാവുകയും ചെയ്തു. മംഗളൂരു, അതുപോലെ തന്നെ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള വൻകിട ലഹരി സംഘങ്ങളുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും സംസ്ഥാനത്ത് പുറത്തുനിന്ന് ലഹരി മരുന്ന് നാട്ടിലേക്ക് എത്തിച്ച് പെൺകുട്ടികളെ ഉൾപ്പെടെ മയക്കുമരുന്ന് മാഫിയയുടെ പുതിയ കണ്ണികളാക്കാനുള്ള വലിയൊരു ഗൂഢപദ്ധതി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകളെല്ലാം. ലഹരിപ്പാറ്റുകൾ സംഘടിപ്പിച്ചതായി ആരോപണങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. സമൂഹത്തിൽ ഏറെ മാന്യതയും ഉത്തരവാദിത്തമുള്ള അധ്യാപന രംഗത്തിരിക്കുന്നവർ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപഭോക്താക്കളായും അതുപോലെ തന്നെ വിതരണക്കാരുമായി മാറിയത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് വീക്ഷിക്കുന്നത്. കൂടുതൽ പേർ ഈ ശൃംഖലയിൽ കണ്ണികളായിട്ടുണ്ടോ എന്ന് പോലീസ് ആഴത്തിൽ അന്വേഷിക്കുന്നുമുണ്ട്. കേസിൽ വൻ തോക്കുകൾ ഇനിയും പിടിയിലാകാനുണ്ടെന്നും എത്ര ഉന്നതരായാലും അത്തരക്കാരെ പ്രത്യേക അന്വേഷണ സംഘം വലയിലാക്കുമെന്നും DIG കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാർ കേസിൽ കസ്റ്റഡിയിലായതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും കടുത്ത ജാഗ്രതയിലാണ്. സംഭവത്തിൻ്റെ ഭീകരത കണക്കിലെടുത്ത് സംസ്ഥാനത്തെ മുഴുവൻ BRCകളുടെയും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെയും പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കാൻ സമഗ്ര ശിക്ഷാ കേരളം അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഓട്ടിസം സെൻ്ററുകളിലും അതുപോലെ തന്നെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന വീടുകളിലും സ്കൂളുകളിലും കോഓർഡിനേറ്റർമാർ നേരിട്ട് സന്ദർശനം നടത്തണം. കേസിൽ പിടിയിലായ അധ്യാപികമാരും കൂട്ടാളികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണം നിർണായക തെളിവുകളാണ് പുറത്തു കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും ഡിജിറ്റൽ തെളിവുകളും അടിസ്ഥാനമാക്കി കൂടുതൽ സംഘടനാ ഭാരവാഹികളെയും പാർട്ടിക്കാരെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസും. ലഹരി മാഫിയയുടെ ഇടനിലക്കാരായി മാറിയ ഈ അധ്യാപകന്മാരുടെ കഥ വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയ്ക്കുള്ള വലിയ മുന്നറിയിപ്പ് കൂടിയാണ്.